കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഫെബ്രുവരി മാസം 16-ാം തീയതി വിശുദ്ധ സഭായോഗമായി കൂടിവരുവാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പുതുവർഷത്തിൻ്റെ ഈ ദിനം വരെയും ദൈവകൃപയിൽ കർത്താവ് നമ്മെ പൊതിഞ്ഞു നടത്തി. ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ തൊട്ടടുത്തൊരു ആസ്പത്രിയാണ്, റെനിമെഡിസിറ്റി. പകലും രാത്രിയും ലൈറ്റുകൾ അണയ്ക്കാതെ രോഗികൾ ആ മുറികളിനുള്ളിൽ കിടക്കുക. ശ്വാസം കിട്ടാത്തവർ, കൈകാല് മുറിഞ്ഞു പോയവർ, ക്യാൻസർ രോഗം വന്നവർ, ലിവർ കംപ്ലൈൻ്റ് ഉള്ളവർ, ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, കിഡ്നി സ്റ്റോൺ ഉള്ളവർ, കിഡ്നി തകരാറായവർ, ഡയാലിസിസ് ചെയ്യുന്നവർ എന്നു വേണ്ട എല്ലാ രോഗങ്ങൾക്കും ചികിത്സ നേടിക്കൊണ്ട് അല്ലെങ്കിൽ ചികിത്സ നടത്തിക്കൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എത്രയോ പേര് കിടപ്പുണ്ട്. എറണാകുളം ജില്ലയിൽ ആസ്പത്രിയുടെ കൊള്ളയാ. ആ ആസ്പത്രികളിലൊക്കെയും ഇതുപോലെ രോഗികൾ കിടക്കുക. അതിലൊന്നായി ഞാനും നിങ്ങളും തീരാമായിരുന്നു. ദൈവം അതിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ചു. നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടോ നമ്മുടെ ആത്മീയത കൊണ്ടൊന്നും അല്ല. കൃപയാൽ 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 ദൈവം നമ്മെ നടത്തുന്നു. അതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ ആകും. പത്രോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറയുന്നത് ഞാൻ എപ്പോഴും വല്ലപ്പോഴും എങ്കിലും ഒന്ന് ഓർക്കാറുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ തീർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. സകല ജഡം പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെ. എത്ര പുട്ടിയടിച്ചാലും, എത്ര കരി വാരി തേച്ചാലും, എത്ര ഡെക്കറേഷൻ ചെയ്താലും ഇതെല്ലാം പുല്ലുപോലെ, പൂവ് പോലെ, നിഴൽ പോലെ. അത് ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നു, മനുഷ്യന്റെ ആയുസ് നിഴൽ പോലെ കഴിഞ്ഞു പോകും. ഒരു സങ്കീർത്തന ഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ എടുത്ത് വെച്ചൊന്ന് വായിക്കാറുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കണം. സ്തോത്രം. 50 സങ്കീർത്തന ഭാഗം 103 സങ്കീർത്തനമാണോ? അല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ നമ്മളെടുത്തൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അവിടെ ഇതൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത്. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ, പൂ പോലെ, നിഴൽ പോലെ വാടിപ്പോകുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ എത്ര നമ്മെ തന്നെ സൂക്ഷിച്ചാലും, എത്ര മരുന്ന് കഴിച്ച്, എത്ര നല്ല ആഹാരം കഴിച്ചാലും മരണത്തിനൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് വരുമ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് പോയേ പറ്റും. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് ഇടപെട്ട 1-2 പേരുടെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് അവരോട് സഹതാപം തോന്നി. ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊരു സഹോദരി പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, ഈ ഭൂമി ജീവിക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കണം. അതാത് സമയങ്ങളിൽ ചെക്കപ്പ് നടത്തണം, അതാത് സമയങ്ങളിൽ മരുന്ന് കഴിക്കണം, അതാത് സമയങ്ങളിൽ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ചെയ്താലോ എവർലാസ്റ്റിംഗ് ലൈഫ് കിട്ടുമോ? ഇല്ല. ഏറെ ആയാൽ 70-80 സംവത്സരം തീരുമ്പോൾ അത് ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. എങ്ങോട്ട് പറന്നു പോകണം? 90-ന്റെ 10 ഞാൻ വായിച്ചത്. മരണ വീട്ടിൽ വായിക്കുന്ന സങ്കീർത്തനമാണ്. 70-80 സംവത്സരം തീരുമ്പോൾ ഞങ്ങൾ പറന്നു പോകുന്നു. എങ്ങോട്ട് പറന്നു പോകുന്നു? വലിയ ബോധ്യത ഉണ്ടോ? നിത്യതയ്ക്കാണോ പോകുന്നത് എല്ലാവരും? എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അല്പമായിട്ടുള്ള ഒരു ഗ്രാഹ്യം കർത്താവ് തന്നുകൊണ്ട് ഞാൻ പറയുക. ഇന്നത്തെ വിശ്വാസികളൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഒരു ആത്മീക ജീവിതം നയിച്ചാണോ മരിക്കുന്നതെന്ന് എൻ്റെ ചോദ്യം.
ജീവനോട് ഇരിക്കുമ്പോൾ കർത്താവ് വന്നാൽ രൂപാന്തരം പ്രാപിക്കാനുള്ള ഒരു ആത്മീയ നിലവാരത്തിലാണോ വിശ്വാസികൾ ജീവിക്കുന്നതെന്ന് എൻ്റെ ചോദ്യം. എല്ലാവരും പറയും കുഴപ്പമൊന്നുമില്ല, കർത്താവ് വരാൻ നോക്കിയിരിക്കുക, വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് പോകാം, കാന്തം വരാറായി ഞാനും പോകാറായി എന്നൊരു പാട്ടും പാടിയിരിക്കുക. ദൈവമക്കളെ, കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരമോ ഉയർപ്പോ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ പ്രാപിച്ചെടുക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, ഞാനൊരു ദൈവമകൾ. അത് പ്രാപിച്ചു വേണം മടങ്ങാൻ. മരിച്ചു കഴിഞ്ഞപ്പോൾ കൊണ്ടുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ പല സ്ഥലത്തും കണ്ടു നോക്കിയിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് വരാനുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. പലരും ചെയ്യുന്നു, എല്ലാവരും അല്ല, ചിലരൊക്കെ. ഈ അടക്ക ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് വേണമെങ്കിൽ പുള്ളിയെ ദൈവം ഉയർപ്പിച്ചെടുക്കുമെന്നൊക്കെയാ ഓരോരുത്തർ അടിച്ചുവിടുന്നത്. എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചതിനെ നമ്മൾ എന്തിനാ മാറ്റുന്നത്? പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമമല്ലോ, ഉത്തമമെന്നല്ല, അത്യുത്തമം. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കണം ദൈവമക്കളെ. മരണത്തെ പേടിച്ച് കഴിയണം. എബ്രായ ലേഖനത്തിൽ മരണഭീതി മാറിയവരാണ് ദൈവമക്കൾ. ദൈവമക്കളല്ലേ, ഇന്നുള്ള കാര്യം ദൈവമക്കളാന്ന് ആരാ പറയുന്നത്? ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവരോട് കർത്താവ് പറഞ്ഞെന്താ? നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങൾ അവന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവരോട് പറയാൻ വയ്യായി. യോഹന്നാൻ സ്നാപകനും പറയുന്നുണ്ട്, പിശാചിന്റെ മക്കൾ ആരാ, ദൈവത്തിന്റെ മക്കൾ ആരാ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ് എത്രയും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവിൽ ആത്മീയമായി വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച്, ഒരു കരതീർന്ന ആത്മീയനായി നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിത്യതയെ അവകാശമാക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നിത്യതയെക്കുറിച്ച് നമ്മൾ ഭയപ്പെടണം, സംശയിക്കണം. ഹല്ലേലൂയ. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് ഭൂമിയിൽ കുറവാ. കാരണം ഈ ലോകത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ലോകത്തിലെ ഭൗതികത്തിന് വേണ്ടി, ലോകത്തിലെ വീടുകള്, കാറുകള്, വീട് വാങ്ങിയവർക്ക് പിന്നെയും വീട് വാങ്ങിക്കൂട്ടുക. അവര് പറയുന്നത് ദൈവം അനുഗ്രഹിച്ചു. പ്രവാചകൻ യെശയ്യാ പറയുന്നത്, വീടോട് വീട് കൂട്ടുന്നവനും വയലോട് വയൽ കൂട്ടുന്നവനും അയ്യോ കഷ്ടം. ഇവർ പറയാ ദൈവം അനുഗ്രഹിച്ചത്. പണ്ടത്തെ പിതാക്കന്മാർ വീടും കൂടും ഒന്നും ഇല്ലാത്തവരായിരുന്നു. ഒരു ഉപദേശി പാടിയത്, സ്വർഗത്തിലാണ് എൻ്റെ മന്ദിരം അഴിയാത്ത, മാർഗത്തിലാണ് തൻ വേലകൾ. എൻ്റെ വീട് സ്വർഗത്തിലാണ്, ഇവിടെ വീടുമില്ല, ഒന്നുമില്ലെന്ന്. വാടകയ്ക്കൊക്കെ താമസിച്ചു. പൗലോസൊക്കെ വാടകയ്ക്കല്ലേ താമസിച്ച്. നമ്മൾ അമ്പരചുംബികരായ കെട്ടിടങ്ങളൊക്കെ വെച്ചിട്ട് ദൈവം തന്നെന്ന് ഊറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്നുമക്കളെ അങ്ങനെ പറയരുത്. ദൈവം തന്നതൊന്നും അല്ല. നമ്മൾ അധ്വാനിച്ചപ്പോൾ നമുക്കൊരു വീട് കിട്ടി, കർത്താവ് തന്നു, അത്രേ ഉള്ളൂ. കർത്താവ് തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുകൊണ്ട് തന്നു. ഇല്ലെങ്കിലോ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരും. അല്ല, എന്താ ഇത്ര പേരവിടെ കിടക്കുന്നു, കടവരാന്തകളിൽ കിടക്കുന്നു. നമ്മൾ അധ്വാനിക്കാതെ നമുക്കൊന്നും കിട്ടത്തില്ല. അങ്ങനെ കിട്ടുന്നെങ്കിൽ അത് ശാശ്വതമാകത്തുമില്ല. അവിടെ ഒന്നും കിടന്നുറങ്ങാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വീടും കാറും വലിയ വലിയ ധനം ബാങ്ക് ബാലൻസ് ഒന്നും അല്ല വേണ്ടത്. അത് കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കഴിയില്ലതാണ്. അപ്പൊ ഇടുക്കുവാതിലൂടെ നമുക്ക് പോകുന്നതാണ് ഉത്തമം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. ലഗേജ് കുറയ്ക്കുക, വാരിക്കോരി കൂട്ടി വെക്കുന്നതൊക്കെ കുറയ്ക്കുക. സക്കായി കർത്താവിനെ കണ്ടപ്പോ കുറച്ച് എല്ലാവരും ഇപ്പൊ പറയണത് സക്കായി ഒക്കെ പാപ്പരായി. അതിന്റെ അർത്ഥം സക്കായിക്ക് കഞ്ഞി കുടിക്കാനുള്ള കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭൗതികം കുറഞ്ഞിരുന്നാലും സാരമില്ല, നമുക്ക് ആത്മീകം
വർദ്ധിച്ചു വരണം, നല്ല ആത്മീകരാകണം, വിശ്വാസത്തിൽ സമ്പന്നരാകണം, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകണം, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം, ദൈവ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കണം. മക്കതോന്യ സഭ മഹാകഷ്ടത്തിലെങ്കിലും സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉള്ള ആൾക്കാർ ഇന്ന് ഭൂമിയിൽ വളരെ കുറവാ. ഒരു ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ. ആത്മീക സമ്പത്ത് പ്രാപിക്കേണ്ട സ്ഥാനത്ത് ഭൗതിക സമ്പത്ത് വാരിക്കോരി കൂട്ടിവെച്ചിരിക്കുക. അപകടമാണ്. നിക്ഷേപമുള്ളിടത്ത് ഹൃദയം ഇരിക്കും. അതാ അപകടം എന്ന് പറയുന്നത്. എനിക്കറിയാം, എന്നെ പഠിപ്പിച്ച ഒരു ദൈവദാസൻ, അത് പറയാനായിട്ട് ഹേമമുണ്ട്, നന്നായി ദൈവവചനം പഠിപ്പിച്ച ഒരു കർത്താവിൻ്റെ ദാസൻ. ആളും പേരും പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല. അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായി തീരും, കേൾക്കുന്നവർക്ക്. ഏതെങ്കിലും ഒരു ചർച്ചിലോ ഏതെങ്കിലും ഒരു ആത്മീയ സമ്മേളനത്തിലോ ചെന്നു കഴിഞ്ഞാൽ ഒരു നല്ല കസേര അദ്ദേഹത്തിന് മാറ്റിയിട്ട് കൊടുക്കും. അതുപോലെ നല്ല ആത്മീയ കാഴ്ചപ്പാടും വചനജ്ഞാനവും ദൈവകൃപയും താഴ്മയും വിനയവും ഒക്കെ ഉള്ള ഒരു ദൈവദാസനായിരുന്നു. ഒരു ദുർബല നിമിഷത്തിൽ ആരോ ഒരു റിലേറ്റീവ് അമേരിക്കയിൽ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി അമേരിക്കയിലോട്ട് പോയി. 5 വർഷം കഴിഞ്ഞപ്പോൾ വീൽ ചെയറിൽ കയറി വന്നു പുള്ളി. 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. വലിയ പ്രായമൊന്നുമില്ല. ഇതെന്തിന് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ എന്ത് ചെയ്യണം? പറ. അത് വിട്ടോടണം. ദ്രവ്യാഗ്രഹം വിട്ടോടണം. വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം? നീതി, വിശ്വാസം, സ്നേഹം, ശുദ്ധഹൃദയത്തോടുകൂടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും സമാധാനം ആചരിക്കുക. വേറൊരു ഭാഗത്ത് പറയുന്നു, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുക, വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കുക, വലിയ വിശ്വാസമുള്ളവരായിരിക്കുക. നമ്മുടെ ചെറുതും വലുതുമായ വിഷയങ്ങൾ വിശ്വാസത്താൽ ദൈവത്തിന് പ്രാപിക്കാൻ നമുക്ക് കഴിയണം. ആകാശം കീഴ്മേൽ മറിഞ്ഞാലും എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ചുമ്മാ വിശ്വാസിയാണെന്ന് പറഞ്ഞ് പേര് വേണം നടക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പേപ്പറിൽ എഴുതി നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചേക്കണം, ഞാനൊരു വിശ്വാസി, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ തൽക്കാലികമായി ടൈറ്റിലായിട്ട് നിർത്തിയിട്ട് വചനത്തിലേക്ക് വരുന്നു. 1 തെസ്സലോനി 1-ാം അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ വചനധ്യാനം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ വരച്ചു കാട്ടുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ എടുത്തു കാണിക്കും. ഒരു ആവറേജ് ഞാൻ പറഞ്ഞു പോയതാ. ഒരു മുഖോരവായിട്ടൊരു പുസ്തകത്തെക്കുറിച്ച് ചില മുഖോരവ് പറയണമല്ലോ, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. 1 തെസ്സലോനി 3-ാം അധ്യായം വിശ്വാസത്തിൽ നിലനിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഊന്നി പഠിപ്പിക്കുന്നു. 1 തെസ്സലോനി 2-ാം അധ്യായം അപ്പോസ്തലന്മാരുടെ പ്രാഗൽഭ്യത്തെ എടുത്തു കാണിക്കുന്നു. 1 തെസ്സലോനി 1-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകുമെന്ന് സൂചന തരുന്നു. ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. 1 തെസ്സലോനി 4-ാം അധ്യായം കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു. 1 തെസ്സലോനി 5-ാം അധ്യായം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരൊത്തിരി സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് 1 തെസ്സലോനി 5-ന്റെ 13-ന്റെ 2-ാം പാർട്ട് മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ
പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാൻ പല പ്രാവശ്യം അത് പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ആ പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഈ 1-ാം അധ്യായത്തിന്റെ വിഷയത്തിലേക്ക് വരികയാണ്. പൗലോസും സിലനോസും തിമോഥെയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭകൾക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു കൂട്ടായി നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. പൗലോസുണ്ട്, സിലനോസുണ്ട്, തിമോഥെയോസുണ്ട്, 3 പേര് ചേർന്ന് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുക. 2-ാം വാക്യം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തെസ്സലോനിക്ക സഭയോർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുക. എന്താ സ്തോത്രം ചെയ്യാനുള്ള കാരണം? നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല, അത് ഓട്ടത്തെ കാണിക്കുന്നത്. ഓട്ടം ക്രിസ്ത്യ ജീവിതത്തെ കാണിക്കുന്നത്. വിശ്വാസത്തിന്റെ വേല, ഓട്ടം, ക്രിസ്ത്യ ജീവിതം. വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും. ഒത്തിരി പ്രയത്നിക്കുന്നവരാണ്. അതെല്ലാം സ്നേഹത്തിൽ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഹല്ലേലൂയ. സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. അപ്പൊ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ. പെരുമ്പാവൂര് ഞങ്ങളൊരു കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്നു. 4-5 മാസം ചെന്ന് ക്ലാസ് നടത്തി. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, കർത്താവ് വരുന്നില്ല, കർത്താവിന്റെ വരവെന്നുള്ളത് ഇല്ലെന്നാ പറയുന്നത്. പുള്ളി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പ്രത്യക്ഷതയെ വിശ്വസിക്കുന്നില്ല. ഞാനുമായിട്ട് ആത്മീയ സംഘടന ഉണ്ടായി. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ദൈവദാസനല്ലെന്ന് പറഞ്ഞു. ദൈവദാസൻ അല്ലെങ്കിൽ പാത്താന്റെ ദാസൻ എന്നാ എൻ്റെ അർത്ഥം. പുള്ളിക്കത് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു ദൈവത്തിന്റെ ദാസനല്ല, വേറെ ഏതോ ദാസനാ. ദൈവത്തിന്റെ ദാസനാണെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന പറയത്തില്ല. ഒരു ക്രിസ്ത്യാനിയുടെ നട്ടല്ലെന്നുള്ളത് കർത്താവിന്റെ വരവാണ്, ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. കഷ്ടതകളേറിയ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ് ഹല്ലേലൂയ ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യാശ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞെരുങ്ങി ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്ത് പിന്നെയും നമ്മൾ പോയി നരകത്തിൽ കിടന്നാൽ അതുകൊണ്ട് എന്ത് വിശേഷം? അതേസമയത്ത് ഈ ഭൂമിയിൽ ധനവാനെ പോലെ ഒന്നുമില്ലാത്തവനായി, തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒന്നും ഇല്ലാത്തവരായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞെരുങ്ങി അതാത് സമയങ്ങളുള്ള കാര്യങ്ങൾ ഒരളവിലൊക്കെ നിറവേറി അങ്ങനെ ജീവിച്ച് മരിച്ചു കഴിഞ്ഞ് നിത്യത പ്രാപിക്കുന്നെങ്കിൽ അതല്ലേ നല്ലത്? ഒരു വലിയ ധനാഢ്യനായിരുന്ന് ജീവിച്ച് സുഖലോലുപനായി ജീവിച്ച് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സങ്കീർത്തനം വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ വാക്യം നിങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 106-ാം സങ്കീർത്തനം എന്നാണ് എൻ്റെ ഓർമ്മ. നമുക്കിതെടുത്ത് വായിച്ചു നോക്കാം. 106-ാം സങ്കീർത്തനം എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നത്? മുമ്പ് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അതൊക്കെ അങ്ങ് മറന്നുപോയെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഹല്ലേലൂയ. സ്തോത്രം. 106 സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ അപേക്ഷിച്ചതൊക്കെയും 106-15 സങ്കീർത്തനം 106-15 വായിച്ചേ. 106-15 സോറി. അവർ അപേക്ഷിച്ചതൊക്കെയും അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ക്ഷയം, ക്ഷതമല്ല, ക്ഷയം. അതിന്റെ അർത്ഥം ഇതാണ്: പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം കിട്ടി. വീട് കിട്ടി, കാറ് കിട്ടി, ലോറി കിട്ടി, പ്ലെയിൻ കിട്ടി, വിസ കിട്ടി, 4 മക്കൾ 4 വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി, എല്ലാം നടന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു, അപേക്ഷിച്ചതൊക്കെയും കിട്ടി. പക്ഷേ ആത്മാവിന്റെ രക്ഷ
തകരാറ് സംഭവിച്ചു, ആള് നരകത്തിൽ പോയെന്ന് തെളിച്ചങ്ങ് പറയാലോ. ഞാൻ പ്രാർത്ഥിച്ച് നേടുന്നതൊക്കെയും കിട്ടിയത് കൊണ്ട് അത് ദൈവം തന്നെന്ന് വിശ്വസിക്കരുത്. ഇന്നത്തെ ക്രൈസ്തവകോളം തെറ്റിക്കിടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം എനിക്ക് അത് തന്നു ഇത് തന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ, വിശുദ്ധമായി ജീവിക്കാതെ, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാതെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാതെ, പ്രത്യാശയോടെ ആയിരിക്കാതെ, ലോകത്തിൻ്റെ ഭൗതിക നന്മകളിൽ കിടന്ന് പുളകമണിഞ്ഞ് ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം തന്നെ വിടിവിച്ചു. ഇന്നലെ ഒരു കൊച്ചു സഹോദരിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. ഞങ്ങൾ കഷ്ടത്തിൽ ജീവിച്ചു, ഞങ്ങളുടെ പാസ്റ്റപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ അവസ്ഥകളെല്ലാം മാറി. എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടി. ഞാൻ അനേകരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. എനിക്ക് ഭൗതികമായി ഇഷ്ടംപോലെ ദൈവം എനിക്ക് തന്നു. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു വാക്കോ ഒരു പ്രത്യാശയോ സ്വർഗത്തെക്കുറിച്ചോ ഒരു വാക്ക് പോലും ആ സഹോദരിയുടെ നാവിൽ നിന്ന് വന്നില്ല. ഈ നേടിയ ഭൗതികങ്ങളെല്ലാം ഞാനിവിടെ ഇട്ടേച്ച് പോണം. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന, അബ്രഹാം പറഞ്ഞതുപോലെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഈ പ്രാർത്ഥിച്ച് കിട്ടിയതൊന്നും എനിക്ക് ശാശ്വതമല്ല, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയാൻ ആ സഹോദരിയുടെ നാവ് അനങ്ങാത്തത് കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഇത് ഭൗതിക അനുഗ്രഹത്തിൽ മാത്രം മുങ്ങിക്കിടക്കുന്ന ഒരു കൊച്ച. അപ്പുറമേ കഥ. അവസ്ഥകളെല്ലാം മാറി, കടങ്ങളെല്ലാം മാറി, കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ ഉണ്ടായി. ആത്മാവ് അങ്ങോട്ട് പോകുന്നു. പെന്തക്കോ സമൂഹമേ, 106-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം തങ്ക ലിപികളിൽ എഴുതി ചേർക്കണം, വീട്ടിൽ എഴുതി വെക്കണം. അവർ അപേക്ഷിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പാട്ടും പാടി പുറപ്പെട്ടിട്ട് അവസാനം തൊഴിഞ്ഞ് അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അവസാനം ഈ തള്ളിയിട്ടും വീണും ചത്തും ഒക്കെ ഒടുങ്ങിപ്പോയി. അവസാനം ചെന്നപ്പോൾ 2 പേരേ ഉള്ളൂ. ഇളം തലമുറ ഒരു ചെറിയ ഗ്രൂപ്പും. ഇറങ്ങി തിരിച്ചവരിൽ 2 പേര്. 30 ലക്ഷം 25 ലക്ഷം 35 ലക്ഷം എന്ന് ദേവദാസന്മാർ വേദപണ്ഡിതന്മാർ പറയുന്നു. ബാക്കി ലക്ഷങ്ങൾ എവിടെ പോയി? അതുകൊണ്ട് പ്രാർത്ഥിച്ച് അതും ഇതും ചപ്പും ചവറും നേടുന്നവർ ഓർത്തോളം നിന്റെ നിത്യത നീ ഉറപ്പാക്കണം. പ്രാർത്ഥിച്ച് രോഗശാന്തി നല്ലതാണ്, പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ നല്ലതാണ്. അനുഗ്രഹത്തിന്റെ പുറകെ പോവുക. ഇപ്പൊ പ്രാർത്ഥിച്ചൊരു കൊച്ചിനെ തന്നെങ്കിൽ പിന്നെ കൊച്ചിന്റെ പുറകെ പോവാ, പിന്നെ ദൈവത്തെയൊക്കെ വിട്ടുകളഞ്ഞു. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച് കുറെ നന്മകളൊക്കെ കിട്ടിയപ്പോ പിന്നെ നന്മയിൽ കിടന്ന് സൂഹിക്കുക. ദാതാവിനെ വിട്ടുകളഞ്ഞു, ദൈവത്തെ വിട്ടുകളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥ ആത്മീയ നിലവാരം എന്നുള്ളത് ദൈവരാജ്യത്തിന്റെ അംശികളായി തീരാനുള്ള ഓട്ടക്കളത്തിൽ നമ്മൾ ആയിരിക്കണം. അതാണ് യഥാർത്ഥ ആത്മീയർ. ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. അപ്പോ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ പ്രത്യേകത എന്താണെന്ന്? വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരത. അത് കണ്ടിട്ട് പൗലൂസും സില്ലനോസും തിമോത്തിയോസും കൂടി എന്ത് ചെയ്യുക? ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്ക് കിട്ടിയ നന്മകൾ അതിനേക്കാൾ വലുതാണ് ദൈവരാജ്യം, സ്വർഗരാജ്യം. 70-80 സംവത്സരം ഇവിടെ ജീവിച്ചാൽ മതിയോ? അത് കഴിഞ്ഞ് കോടാനുകോടി വർഷം കിടക്കുകയല്ലേ നരകത്തിലെ ജീവിതം, സ്വർഗത്തിലെ ജീവിതം? എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത? ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ കയറി വരും. ഞാൻ എല്ലായിടത്തും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. പെന്തക്കോസ്തുകാർ 70-80 സംവത്സരം ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിതം ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അത് മതി. അതിനപ്പുറം ആഫ്റ്റർ ഡെത്ത് എന്നുള്ളൊരു വിഷയം അവരുടെ അജണ്ടയിൽ ഇല്ല.
ഇവിടെ വീട്, കാറ്, ലോറി, പിന്നെ ലോക മനുഷ്യൻ ജീവിക്കുന്ന പോലെയൊക്കെ ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകാന്ന് വെച്ചാൽ നടക്കില്ല. നിന്നെ പിന്നെ നരകത്തിൽ കാണും. മനസ്സിലായ? ഈ സാധു കൊച്ചുഞ്ഞു ഉദ്ദേശിയൊക്കെ കഷ്ടപ്പാടിലൂടെയല്ലേ ജീവിച്ചേ. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CC ജോർജ് ചവണിക്കാമണ്ണിൽ കെ ഇബ്രാഹിം സാറിന്റെ സമകാലികനും ശിഷ്യനും ഒക്കെ ആയിരുന്നല്ലോ. കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ അവർ പോയി. ഭക്ഷിക്കാനില്ലായിരുന്നു. ഒരാഴ്ചയൊക്കെ 2 ആഴ്ചയൊക്കെ ഈ ചിങ്ങമ്പഴം ഏറ്റവും വില കുറഞ്ഞ് കിട്ടും ബോംബെയിൽ. അത് 2 കിലോ മേടിച്ചുകൊണ്ട് വെച്ചാൽ അത് തിന്നാ ജീവിച്ചത്. അരി മേടിക്കാനൊന്നും കാശില്ല കയ്യില്. മനസ്സിലായില്ലേ? ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങളൊക്കെ വായിച്ചു പഠിച്ചോണം. നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു. 13 തൊട്ട് വായിച്ചാലും കുഴപ്പമില്ല, 12 തൊട്ട് വായിച്ചാലും കുഴപ്പമില്ല. സ്തോത്രം. ഇത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് പഠിക്കണമേ എന്നാണ് എൻ്റെ ആഗ്രഹം. 9 തൊട്ട് വായിച്ചോ. 1 കൊരിന്തി 4-ാം അധ്യായത്തിന്റെ 9 മുതൽ ഞങ്ങൾ ഈ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണത്തെ വിധിയിൽ ഉൾപ്പെട്ടവരെ പോലെയേ എന്നെനിക്ക് തോന്നുന്നു. 11, 12, 13. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചുമില്ല, ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെയും സകലത്തിന്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയുന്നതിന്റെ കാരണം, ഭക്തന്മാരെ, നമ്മളിത് മറന്നു പോകരുത്. തലമറന്ന് എണ്ണ തേക്കരുത്. നമ്മൾ അവസ്ഥ എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കിക്കോണം. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ആത്മീയ നിലവാരം, അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണം. പരിസരം മറന്ന് നമ്മൾ ജീവിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. തെസ്സലോനിക്ക സഭയ്ക്കുള്ള ഒരു പ്രത്യേകത, അവർ വിശ്വാസമുള്ളവരാണ്, അവർ സ്നേഹപ്രയത്നം ചെയ്യുന്നവരാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത അവരുടെ ഉള്ളിലുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, നിങ്ങൾ ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ പ്രത്യേകത, ദൈവകൃപ ലഭിച്ചവർ, ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പായിരിക്കുന്നവർ, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിരിക്കുന്നവർ, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവർ, കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവർ. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ജീവിക്കുന്ന സഭകൾക്ക് ആത്മീകമായ എടുത്തു പറയത്തക്ക നിലവാരങ്ങളുണ്ട്. ഇന്ന് പറയത്തക്ക നിലവാരം എന്തുണ്ട് സഭയ്ക്ക്? ഒന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികളെല്ലാം നല്ലൊരു പങ്ക് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരാണ് ഉള്ള. പാസ്റ്ററുടെ സ്വോത്ര കാഴ്ച ചവപ്പെട്ടി നിറയും, നല്ലതാ, അതിന് നല്ലതാ. സ്വോത്ര കാഴ്ച ചവപ്പെട്ടി നിറയാൻ നല്ലതാ. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരാണ്, പിന്നെ ഗൾഫുകാരാണ്, IT ഫീൽഡിലുള്ളവരാണ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. ബാംഗ്ലൂരിലുള്ള പാസ്റ്റർമാരൊക്കെ പറയുന്ന കാര്യമാണ്. അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഭാര്യമാരും മറ്റു പാസ്റ്റർമാരുടെ ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. അതാണ് അനുഗ്രഹം. ഒരു വെളിവേട്ടവൻ പ്രസംഗിച്ച കാര്യമാണ്. അത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അനുഗ്രഹിച്ച് ഞങ്ങളിപ്പോൾ ആ നിലവാരത്തിൽ ജീവിക്കുക. ഭാര്യമാരെ വരും വെച്ച് മാറിക്കൊണ്ടിരിക്കുക. വടക്കേന്ത്യയിലുള്ള ഏറ്റവും ദുഷിച്ച, ചീഞ്ഞു നാറുന്ന ഒരു പ്രവൃത്തി പെന്തക്കോസ്തുകാരൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവരൊക്കെ ആരാ പെന്തക്കോസ്തുകാരാക്കിയത്? ഇവരൊക്കെ സാത്താന്റെ സന്തതികളല്ലേ? ഇത് തിരിച്ചറിയാനായിട്ട് വിശ്വാസികളുടെ കണ്ണ് തുറക്കുമോ ഇനിയെങ്കിലും? ഹല്ലേലൂയ. എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് പാസ്റ്റർമാരുടെ അധപ്പതനം. എന്താന്ന് വെച്ചാല്, പാസ്റ്റർമാരാണ് വിശ്വാസികളെ നടത്തുന്നത്. അവരാണ് മാതൃക. അവരിൽ നിന്ന് ഉപദേശം കേട്ട വിശ്വാസി വളരേണ്ടത്. പാസ്റ്റർ വഴിപിഴച്ചവനാണെങ്കിൽ, പാസ്റ്റർ വഷളനാണെങ്കിൽ, അവരുടെ വിശ്വാസി അതിനേക്കാൾ 100 മടങ്ങ് വഷളന്മാരും അശുദ്ധിയുള്ളവരായിത്തീരും. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്?
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതൃകയുള്ള ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകണം. കൊരിന്ത് സഭയിൽ ഇത് ഉണ്ടായിരുന്നു, തെസ്സലോനിക്ക സഭയിൽ ഇത് ഉണ്ടായിരുന്നു.